അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു തആല അതിനെനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഇമാമുകൾ അറിയുക എന്നൊരു വിഷയത്തിൽ എല്ലാ ആഴ്ചയിലും ഒരു ഇമാമിൻ്റെ ചരിത്രം ഈ യൂട്യൂബ് ചാനലിലൂടെ വരുന്നതായിരിക്കും. അത്തരം ഇമാമുകളുടെ ചരിത്രം കേട്ട് നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കാനും അവരിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, മുൻകാലത്ത് ജീവിച്ച പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ സലഫു സാലിങ്ങളുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ കേവലം ഒരു ചരിത്രം കേട്ടു പോവുക അല്ലെങ്കിൽ ഒരു കഥ കേട്ടു പോവുക എന്നതിലപ്പുറമായിട്ട് അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കാൻ കഴിയണം. അവരുടെ ആരാധന വിഷയങ്ങളും അവർ ഇൽമ് തേടിയ വ്യത്യസ്തമായ കാര്യങ്ങളും അവരുടെ രഹസ്യ ജീവിതവും തുടങ്ങിയ എല്ലാ മേഖലയിലും നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കാൻ കഴിയണം. പണ്ടൊരു കവി കവിത ചൊല്ലിയിട്ടുണ്ട്, ഇഖ്റഉ താരീഖ ഇദ് ഫീഹി ഇബർ ലല്ല ഖൗമുൻ ലൈസ യദറൂനൽ ഖബർ. നിങ്ങൾ ചരിത്രം പഠിക്കണം, കാരണം ചരിത്രത്തിൽ ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. ചരിത്രം പഠിക്കാത്ത ആളുകൾ വലാലത്തിലായിട്ടുണ്ട് എന്ന് പണ്ടൊരു കവി കവിത ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് മുൻകാലത്തുള്ള ജീവിച്ച പണ്ഡിതന്മാരുടെ, ഇമാമുകളുടെ, സലഫു സാലിങ്ങളുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവുമായി ഒന്ന് തട്ടിച്ചു നോക്കാൻ കഴിയണം. കേവലം ഒരു കഥ കേട്ടു പോവുക എന്നതിലപ്പുറമായി അത്തരം വിഷയങ്ങൾ നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ വിഷയം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയെ പറ്റിയിട്ടാണ്. അബൂ ഹനീഫ അൻ-നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അബൂ ഹനീഫ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്, കുഞ്ഞിയത്താണ്. യഥാർത്ഥ നാമം അൻ-നുഅ്മാൻ ഇബ്നു സാബിത്ത് അൽ കൂഫി എന്നുള്ളതാണ്. അദ്ദേഹം ജനിക്കുന്നത് ഹിജറ 80-ലാണ്, മരണപ്പെടുന്നത് ഹിജറ 150-ലും. ലോകം അറിയപ്പെട്ട 4 മദ്ഹബുകളിൽ ഒരാളാണ് മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി. വലിയ പണ്ഡിതനായിരുന്നു, കർമ്മശാസ്ത്ര വിഷയത്തിൽ അപാര പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും മഹത്വം പറയുമ്പോൾ പണ്ഡിതന്മാർ പറയാണ്, ദുനിയാവിനോട് അതിയായി വിരക്തിയുള്ള, ധാരാളം ആരാധന കർമ്മങ്ങൾ ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന പണ്ഡിതനായിരുന്നു അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി. അദ്ദേഹത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഈ ദീന് പഠിക്കാൻ, മതപരമായ വിഷയങ്ങൾ അദ്ദേഹം പഠിക്കാനൊരു കാരണമുണ്ട്. കുറേ കാലം അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലൊന്നും അദ്ദേഹം ദീന് പഠിക്കാൻ പോയിട്ടില്ല. 10-20 വയസ്സിന് ശേഷമാണ് അദ്ദേഹം ദീന് പഠിക്കാൻ വേണ്ടി തിരിയുന്നത്. മുൻകാലത്ത് ജീവിച്ച പല പണ്ഡിതന്മാരെ ചരിത്രം നോക്കുമ്പോഴും അവർ 7-ാമത്തെ വയസ്സിൽ ഖുർആൻ ഹിഫ്ലാക്കി, 10-ാമത്തെ വയസ്സിൽ ഹദീസുകൾ ഹിഫ്ലാക്കാൻ തുടങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാർ ചരിത്രം കാണാൻ കഴിയും. എന്നാൽ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിൻ്റെ 20 വയസ്സിന് ശേഷമാണ് മതപരമായ വിഷയത്തിലേക്ക് അദ്ദേഹം പഠിക്കാൻ തിരിയുന്നത്. അദ്ദേഹം എല്ലാ ദിവസവും അങ്ങാടിയിൽ പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവിനും അദ്ദേഹത്തിൻ്റെ വല്യുപ്പാക്കൊക്കെ കച്ചവടമായിരുന്നു. അപ്പോൾ അവരുടെ കാലശേഷം പിന്നീട് അത് നോക്കിയിരുന്നത് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയാണ്. അങ്ങനെ എല്ലാ ദിവസവും അങ്ങാടിയിലൂടെ ഇങ്ങനെ പോകുന്നത് ഇമാം ഷാബി റഹ്മത്തുള്ളാഹി കാണുന്നുണ്ട്. അപ്പോൾ ഇമാം ഷാബി റഹ്മത്തുള്ളാഹി ഒരിക്കൽ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയോട് ചോദിക്കാണ്, ഇലാ മൻ തഖ്തലിഫ്, നീ ആരുടെ അടുത്തേക്കാണ് പോകുന്നത്? അപ്പോൾ ഇമാം ഷാബി റഹ്മത്തുള്ളാഹി ചോദിച്ചത് എന്താണ്, നീ ഏത് പണ്ഡിതൻ്റെ അടുത്ത് പോയിട്ടാണ് പഠിക്കുന്നത് എന്നാണ്. എന്നാൽ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പറഞ്ഞു, ഞാൻ അങ്ങാടിയിലേക്ക് പോവുകയാണ്, അതല്ല ഞാൻ ചോദിച്ചത്, നീ ഏത് പണ്ഡിതൻ്റെ അടുത്തേക്കാണ് പോകുന്നത്? അപ്പോൾ അദ്ദേഹം മറുപടി കൊടുക്കുകയാണ്, അന ഖലീലുൻ ഇഖ്തിലാഫി ഇലൈഹിം, ഞാൻ അവരുടെ അടുത്തേക്ക് പോവുക എന്നുള്ളത് വളരെ കുറവാണ്. പണ്ഡിതന്മാരുടെ അടുത്തേക്ക് പോകലും മതപരമായ വിഷയങ്ങൾ പഠിക്കലും വളരെ കുറവാണ്. അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയോട് ഇമാം ഷാബി റഹ്മത്തുള്ളാഹി ഒരു ഉപദേശം കൊടുത്തു, ലാ തഗ്ഫൽ, നീ ആ ഒരു വിഷയത്തിൽ അശ്രദ്ധനാകരുത്, ആ ഒരു വിഷയത്തിൽ
നീ അശ്രദ്ധ കാണിക്കരുത്, നീ മതപരമായ വിഷയങ്ങൾ പഠിക്കണം, ധാരാളമായി കൊണ്ട് ദീനിപരമായ കാര്യങ്ങൾ നീ മനസ്സിലാക്കണമെന്ന് ഇമാം ഷഅബി റഹ്മത്തുള്ള അബൂ ഹനീഫ റഹ്മത്തുള്ളക്ക് ഒരു ഉപദേശം കൊടുത്തു. ആ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്ത സ്വാധീനം ഉണ്ടായി. ആ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം ദീന് പഠിക്കാൻ തിരിയുന്നത്. അങ്ങനെ ദീന് പഠിക്കുകയും പിന്നീട് ലോകം അറിയപ്പെട്ട പണ്ഡിതനായി മാറി മഹാനായ അബൂ ഹനീഫ റഹ്മത്തുള്ള. അദ്ദേഹത്തിൻ്റെ ചരിത്രം എണ്ണുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹത്തെ താബികളുടെ കൂട്ടത്തിലാണ് എണ്ണാറ്. ചില സഹാബികളൊക്കെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. അതിൽ പ്രധാനികളാണ് മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ സഅൽ ബിൻ സഅദ് അസ്സാഇദി റളിയല്ലാഹു അൻഹു, അബൂ തുഫൈൽ ആമിർ ബിൻ വാസിൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പല സഹാബികളെയും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ ദീന് പഠിക്കാനുള്ള ഭാഗ്യവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ മതപരമായ വിഷയങ്ങളിലേക്ക് തിരിഞ്ഞ സമയത്ത് ആദ്യം പഠിക്കുന്നത് ഇൽമുൽ കലാമിൻ്റെ വിഷയങ്ങളാണ്. വചനശാസ്ത്രവുമായിട്ടാണ് അദ്ദേഹം ആദ്യം പഠിക്കാൻ തിരിയുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നൊരു ചോദ്യം ചോദിക്കാണ്. ഒരാൾക്ക് ഒരടിമ സ്ത്രീയുണ്ട്. ആ അടിമ സ്ത്രീയുമായി അയാൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ അയാൾക്ക് ആ അടിമ സ്ത്രീയെ ത്വലാക്ക് ചെയ്യണം, വേറൊരാൾക്ക് കല്യാണം കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അയാൾ എന്താ ചെയ്യുക? അപ്പം അബൂ ഹനീഫ റഹ്മത്തുള്ള പറഞ്ഞു, എനിക്കതിന് ഉത്തരം അറിയില്ല. നിങ്ങൾ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ എന്ന് പറയുന്നൊരു പണ്ഡിതനുണ്ട്, ആ നാട്ടിലെ മറ്റൊരു പണ്ഡിതനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിങ്ങൾ ചോദിക്കും. എന്നിട്ട് അദ്ദേഹം എന്താണ് ഉത്തരം പറഞ്ഞിരുന്നത് അത് എനിക്കും പറഞ്ഞു തരണമെന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ള ആ സ്ത്രീയെ പറഞ്ഞു കൊടുത്തു. ഹമ്മാദ് ബിൻ അബി സുലൈമാൻ്റെ അടുത്ത് പോയി ഈ സ്ത്രീ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ അടിമക്ക് ഹൈൾ അല്ലാത്തൊരു സമയത്ത്, അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാത്തൊരു സമയത്ത് അതിൻ്റെ യജമാനന് അവരെ ത്വലാക്ക് ചെയ്യാം. അങ്ങനെ ത്വലാക്ക് ചെയ്ത് 2 ഹൈളിന് ശേഷം അവരെ എന്ത് ചെയ്യാം? വേറൊരാൾക്ക് ഹലാലാകും, വേറൊരാൾക്ക് കല്യാണം കഴിക്കാം എന്നുള്ള ഒരു വിഷയം പറഞ്ഞു കൊടുത്തു. അങ്ങനെ സ്ത്രീ വന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളക്ക് പറഞ്ഞു കൊടുത്തു, ഹമ്മാദ് ബിൻ അബി സുലൈമാൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അദ്ദേഹം പറയാണ്, ഇൽമുൽ കലാമിൻ്റെ വിഷയങ്ങൾ ഞാൻ കുറേ പഠിച്ചു, അതിലൊന്നും പ്രത്യേകിച്ചിട്ടൊരു കാര്യമില്ല. ഇനി എന്ത് ചെയ്യുക? ഹമ്മാദ് ബിൻ അബി സുലൈമാൻ്റെ അടുത്ത് പോയിട്ട് ദീന് പഠിക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹം ഹമ്മാദ് ബിൻ അബി സുലൈമാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി 18 കൊല്ലത്തോളം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്ന് ദീന് പഠിച്ച് വലിയ പണ്ഡിതനായി അദ്ദേഹം മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയുന്ന വിഷയത്തിൽ ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ അദ്ദേഹം ഇടപെടാറില്ല. അദ്ദേഹത്തിന് ആവശ്യമില്ലാന്ന് തോന്നുന്ന വിഷയത്തിൽ അദ്ദേഹം ഒരിക്കലും പോയിട്ട് അഭിപ്രായം പറയാനോ ഇടപെടാനോ അദ്ദേഹം താല്പര്യപ്പെടാറില്ല എന്നുള്ളതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വിഷയം കൂടിയാണ്. മിൻ ഹുസ്നിൽ ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരാളുടെ ഇസ്ലാമിൻ്റെ ഏറ്റവും നല്ലതിൽപ്പെട്ടതാണ് അയാൾക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിൻ്റെ പ്രത്യേകതയായി പണ്ഡിതന്മാർ ഒന്നാമതായി പറയുന്നതാണ്, അദ്ദേഹത്തിന് ആവശ്യമില്ലേ ആ വിഷയത്തിൽ അദ്ദേഹം ഇടപെടാറില്ല. അതേപോലെ തന്നെ ധാരാളമായി കൊണ്ട് ആരാധന കർമ്മങ്ങൾ ചെയ്തിരുന്ന പണ്ഡിതനായിരുന്നു അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി. രാത്രി കുറച്ചുള്ള അദ്ദേഹം ഉറങ്ങാറുള്ളൂ. ഒരുപാട് സമയം ആരാധനകൾക്ക് വേണ്ടി, നമസ്കാരങ്ങൾക്കും ഖുർആൻ പാരായണത്തിനും വേണ്ടി അദ്ദേഹം സമയം ചെലവഴിച്ചിരുന്നു. ചില റിവായത്തുകളിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഇശാഇൻ്റെ വുളു കൊണ്ട് സുബൈ നമസ്കരിച്ചിരുന്നു എന്നുള്ളതാണ്. എന്താണ് അതുകൊണ്ട് കിട്ടണത്? അദ്ദേഹം ഇശാ കഴിഞ്ഞാൽ ഉറങ്ങാറില്ല. ധാരാളമായി നമസ്കരിച്ച് ധാരാളമായി ഖുർആൻ പാരായണം ചെയ്ത് ആ ഇശാഇൻ്റെ വുളു കൊണ്ട് അദ്ദേഹം സുബൈ നമസ്കരിച്ചിരുന്നു എന്ന് ചില പണ്ഡിതന്മാരൊക്കെ ചില അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ധാരാളമായി ആരാധന കർമ്മങ്ങൾ ചെയ്യുന്ന പണ്ഡിതനായിരുന്നു. അതേപോലെ തന്നെ ഖുർആനുമായി നല്ലൊരു ബന്ധമുള്ള പണ്ഡിതനായിരുന്നു. ഖുർആനുമായി ധാരാളമായി പാരായണം ചെയ്ത് ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം ഒരു രാത്രി കൊണ്ട് ഖുർആൻ പൂർണ്ണമായിട്ട് ഓതി തീർക്കാറുണ്ടെന്നൊക്കെ. ചില പണ്ഡിതന്മാർക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ചില അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള ഭൂരിഭാഗം പണ്ഡിതന്മാർ അവരുടെ ചരിത്രം പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുന്ന വിഷയമാണ് അദ്ദേഹം ഒരു രാത്രി കൊണ്ടൊക്കെ ഖുർആൻ പൂർണ്ണമായിട്ട് ഓതി തീർക്കാറുണ്ട്. അതേപോലെ തന്നെ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ദുനിയാവിനോട് അതിയായി വിരക്തിയുള്ള പണ്ഡിതനായിരുന്നു. ഒരിക്കൽ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഇങ്ങനെ നടന്നു വരുമ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിയെ ചൂണ്ടിക്കൊണ്ട് ഒരാൾ പറയാണ്, നിങ്ങൾ ഈ മനുഷ്യനെ അറിയുമോ? ഈ മനുഷ്യൻ രാത്രി കുറച്ചുള്ള ഉറങ്ങാറ്, ഒരുപാട് നിസ്കരിക്കാറുണ്ട്, രാത്രിയൊക്കെ കുറച്ചുള്ള ഉറങ്ങാറ്, ഒരുപാട് നമസ്കരിക്കാറുണ്ടെന്ന് അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിനെ ചൂണ്ടിക്കൊണ്ട് ഒരാൾ പറഞ്ഞപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ അബൂ ഹനീഫക്ക് കുറച്ച് പണം കൊടുത്തു. ആ ഒരു സന്തോഷം കൊണ്ട് എന്ത് ചെയ്തു?
കുറച്ച് ധാരാളമായി ഇബാദത്ത് ചെയ്യുന്ന ആളാണല്ലോ എന്ന് കരുതിയിട്ട് കുറച്ച് പണം കൊടുത്തു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അബൂ ഹനീഫക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആ പണം വാങ്ങി നേരെ പോയി അദ്ദേഹം ചില ഫക്കീർമാരെ, പാവപ്പെട്ട ആളുകളെ കണ്ടു, അവരുടെ അടുത്തേക്ക് അതൊക്കെ കൊണ്ടുപോയി വിരിച്ചു. അതിന് 1 രൂപ പോലും അദ്ദേഹം എടുത്തിട്ടില്ല എന്നുള്ളത് ചരിത്രം നമുക്ക് ഓർമ്മപ്പെടുത്തിരുന്നുണ്ട്. അപ്പോൾ അബൂ ഹനീഫ റഹ്മത്തുള്ള ധാരാളമായി സ്വതക്ക ചെയ്തിരുന്ന, അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ടായിരുന്ന പണ്ഡിതനായിരുന്നു അബൂ ഹനീഫ റഹ്മത്തുള്ള. അദ്ദേഹത്തിൻ്റെ അറിയപ്പെട്ട ഉസ്താദുമാരാണ് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു സ്ത്രീ വന്നൊരു ചോദ്യം ചോദിച്ചിട്ട് പിന്നീട് ഹമ്മാദ് ബിൻ അബി സുലൈമാൻ്റെ അടുത്ത് പോയി ദീന് പഠിക്കുന്നുണ്ട്. 18 കൊല്ലത്തോളം ഹമ്മാദ് ബിൻ അബി സുലൈമാൻ്റെ അടുത്ത് ഇരുന്ന് ദീന് പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സമ്മാക്ക് ബിൻ ഹർബ്, ഇഷാം ബിൻ ഉർവ, അതാ ബിൻ അബി റബ, നാഫി മൗല അബ്ദുല്ലാഹി ബിൻ ഉമർ തുടങ്ങിയ ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന്, ഒരുപാട് ഉസ്താദുമാരിൽ നിന്ന് ദീന് പഠിക്കാനുള്ള ഭാഗ്യം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിക്ക് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ലോകം അറിയപ്പെട്ട 2 ശിഷ്യന്മാരാണ്. ഒന്ന് അബൂ യൂസുഫും മുഹമ്മദ് ബിൻ ഹസൻ അഷൈബാനി റഹ്മത്തുള്ളാഹിയും. ഈ 2 ശിഷ്യന്മാർ മുഖേനയാണ് അദ്ദേഹത്തിൻ്റെ മദ്ഹബ് ലോകത്തറിയപ്പെടാനുള്ള കാരണമെന്നൊക്കെ ചില പണ്ഡിതന്മാർക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ലോകം പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. ഒന്നാമത്തെ ഗ്രന്ഥമാണ് ഫിഖ്ഹുൽ അക്ബർ. ഫിഖ്ഹുൽ അക്ബർ എന്ന് പറയുമ്പോൾ അതിൽ ഫിഖിൻ്റെ വിഷയങ്ങളല്ല കൈകാര്യം ചെയ്യുന്നത്, അഖീദയുടെ വിഷയങ്ങളാണ്. അതേപോലെ തന്നെ റിസാലത്തുൽ ആലിമി വൽ മുതഅല്ലിം, കുതുബുർ റദ്ദി അലൽ ഖദിരിയ തുടങ്ങിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് രചിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള, ഒരുപാട് ഇൽമ് നേടിയ, കർമ്മശാസ്ത്ര വിഷയത്തിലും ഖുറാനിൻ്റെ വിഷയത്തിലും ഹദീസിൻ്റെ വിഷയത്തിലും അപാര പാണ്ഡിത്യം ലഭിച്ച പണ്ഡിതനായിരുന്നു അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി. നമ്മൾ ഇത്തരം പണ്ഡിതന്മാരുടെ ചരിത്രം മനസ്സിലാക്കുമ്പോൾ അവരുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതവുമായി തെറ്റിച്ച് നോക്കാൻ കഴിയണം. അവരെവിടെ, നമ്മളെവിടെ? അവർ പോകാനിരിക്കുന്ന സ്വർഗമാണ് നമ്മളും ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പണ്ഡിതന്മാരുടെ ജീവിതവുമായി തെറ്റിച്ച് നോക്കാൻ കഴിയണം. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അദ്ദേഹം മരണപ്പെടുന്നത് ബാഗ്ദാദിൽ വെച്ചിട്ടാണ്. ഹിജറ 150 അദ്ദേഹം മരണപ്പെടുന്നത്. മുൻകാലത്ത് ജീവിച്ച പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിനെനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.